തരില്ല തരില്ല ഇതൊന്നും അങ്ങനെ കാക്കക്കറമ്പി നമ്മൾ വന്നിട്ടോ നമ്മളെ അടുത്തേക്ക് ഉണ്ടാവും. ഇത് ഡെയിലി ഇല്ല, ഭക്ഷണം കിട്ടണമെന്നും പേടിയില്ല കണ്ടോ. ഉള്ളതെന്നാ നേരഞ്ഞ് തരുള്ളൂ. ഇവിടെന്നാ എൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ എൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ ഇന്ന് ഒറ്റക്കൊള്ളല്ലോ. ഉള്ളതെന്നോ അപ്പോൾ ഉള്ളതെന്നാ നേരെ ഇനി തരുള്ളൂ, അല്ല തരൂല. ഭക്ഷണം പാക്കാൻ പാടില്ല. ഉള്ളതെന്ന് അപ്പോൾ തന്നോ. തിന്നടേ ഞാണോ ഞാണോ എന്നാ ഉള്ളത് തിന്നണം കേട്ടോ. ആടളെ പോയി കൊത്തരുത് കേട്ടോ. തിന്നാൻ നന്നായി നമുക്ക് തന്നെ പണി ഉണ്ടാക്കിയാറില്ലേ തരരുത്. ഇന്നാളെ ഒരു ആടിനെ കൊത്തി മുറിയാക്കിയാണ്. ഇജനല്ലേ അതാ എൻ്റെ ഒപ്പല്ല ആരെങ്കിലാണോ? എനിക്ക് വയറ് പറഞ്ഞപ്പോൾ ഇജ്ജ് എല്ലാവരെയും പൊളിക്കുകയാണല്ലേ. ഈ കാക്ക വർഷങ്ങളായിട്ട് നമ്മളെ കൂടെ ഉള്ളൊരു കാക്കയാണ്. ഇതെല്ലാം വേറെ രണ്ടെണ്ണം കൂടി ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ കാണുന്ന മരതാ അതുമ്മ കോട് കൂട്ടി വിരിഞ്ഞുണ്ടായ മക്കളാണ്. അപ്പം അത്രയും ചെറുപ്പത്തിലെ വരെ നമ്മളായിട്ട് ഇണക്കുന്നുണ്ട്. അതായിട്ട് പിടിക്കാനൊന്നും കിട്ടില്ല കേട്ടോ. നമ്മളടുത്ത് വന്ന് ഭക്ഷണമൊക്കെ കഴിക്കും. പിന്നെ നമ്മൾ ഓരോ പേടിപ്പിക്കാൻ പാടില്ല. പേടിപ്പിച്ചാൽ പിന്നെ നമുക്ക് നമ്മളോടുള്ള വിശ്വാസം അവർക്ക് പോയില്ലേ. എല്ലാവരും വിശ്വാസമാണല്ലോ. ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പം എൻ്റെ അടുത്ത് തിന്നണത്. അത് അല്ല ഞാനൊന്നും കാട്ടൂല എന്നുള്ളൊരു വിശ്വാസം അതിനുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാ ജീവികളോടും അതിൻ്റേതായിട്ടുള്ളൊരു കരുണയിൽ ജീവിക്കുക, സ്നേഹത്തോടുകൂടി ജീവിക്കുക. അപ്പോൾ എല്ലാവരും ഒരേ ഇതിൽ പോവും. നിങ്ങളെ വീട്ടിലൊക്കെ ഒരു കാക്ക വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരെ പേടിപ്പിക്കാതെ ഇതൊക്കെയുണ്ട്. അപ്പോൾ അവർ നല്ല രീതിയിൽ നമ്മളോട് ഇണക്കം പ്രകടിപ്പിക്കും. നമ്മൾ പറയുന്നൊക്കെ കേൾക്കുക. കൗശലക്കാരി അതൊക്കെ തിന്നാ ഫുള്ള് തിന്നാ മതിയോ? അത് വയറ് പറഞ്ഞപ്പോൾ മറ്റേ കുളിക്കുകയല്ലേ. ഞാൻ വിളിച്ച് വേഗം കൊണ്ടുവരും.
ആ ഒരു ഫേസ് കാണിച്ചാ ആ ആ ആ ആ ആ പോവാ എപ്പുറം വരിക പോയി വയറൊക്കെ നിറഞ്ഞു പോയിട്ടോ.